കോൺഗ്രസിൽ കസേരയ്ക്ക് വേണ്ടിയുള്ള തമ്മിൽത്തല്ല് ഇത് ആദ്യമല്ല. എന്നാൽ ഇപ്പോൾ സുധാകരനും വി.ഡി. സതീശനും തമ്മിലുള്ള യുദ്ധം പരസ്യമാവുകയാണ്. തനിക്കെതിരെ നിൽക്കാൻ ഒരു നേതാവും ഇല്ലെന്നാണ് സുധാകരന്റെ വാദം. എന്നാൽ സുധാകരന് പ്രസിഡന്റായി തുടരാൻ പറ്റില്ല എന്ന നിലപാടിലാണ് വി.ഡി. സതീശൻ. ഹൈക്കമാൻഡിനെ കണ്ട് സുധാകരനെ തുടരാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട സതീശന് മുന്നിൽ ഹൈക്കമാൻഡ് വാതിലടച്ചതോടെ സതീശൻ ഇപ്പോൾ കലങ്ങിമറിഞ്ഞ അവസ്ഥയിലാണ്. സതീശന്റെ ആവശ്യം നടക്കില്ല എന്ന് ഹൈക്കമാൻഡ് നേരിട്ടറിയിച്ചു. തന്നെ മാറ്റുകയാണെങ്കിൽ സതീശനെയും മാറ്റണം. ഇതാണ് സുധാകരന്റെ ആവശ്യം. ഇങ്ങനെ ആകപ്പാടെ കുഴഞ്ഞുമറിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ്. തൃശൂരിൽ മുരളീധരന്റെ തോൽവിയിൽ തമ്മിൽ തല്ലുന്ന നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ഹൈക്കമാൻഡിന് സമ്മർദ്ദമുണ്ട്. അങ്ങനെ വന്നാൽ ടി.എൻ. പ്രതാപൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ അച്ചടക്ക നടപടി ഹൈക്കമാൻഡ് എടുക്കേണ്ടി വരും. മോദി വിരുദ്ധ തരംഗത്തിൽ വിജയം കൊയ്തിട്ടും തൃശൂരിലെ വോട്ട് മറക്കലിന്റെ പേരിലുള്ള ഏറ്റുമുട്ടലിലും രാജിയിലും നാണം കെട്ട് കോൺഗ്രസ് നിന്നിട്ടും ഒന്നും പഠിക്കാത്തവരാണ് കോൺഗ്രസുകാർ. മണലൂർ, നാട്ടിക അടക്കം ടി.എൻ. പ്രതാപന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലാണ് വൻതോതിൽ വോട്ട് ചോർച്ച ഉണ്ടായത്. ഇത് സ്വാഭാവികമായ വോട്ട് ചോർച്ചയല്ലെന്ന് വ്യക്തമായിട്ടും പ്രതാപൻ അടക്കമുള്ളവരെ തൊടാത്തതെന്തെന്ന ചോദ്യവും തൃശൂർ DCCയിൽ നിന്നുയരുന്നുണ്ട്. സുധാകരനെ നീക്കാൻ ഇറങ്ങിത്തിരിച്ച സതീശന് ഇത്തവണ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പിന്തുണ പോലും ലഭിച്ചില്ല. വേണുഗോപാൽ സുധാകരന്റെ പക്ഷത്തായിരുന്നു. താൻ ഒഴിയാൻ തയ്യാറല്ല എന്ന നിലപാടിൽ സുധാകരൻ ഉറച്ചു നിന്നതോടെ വേണുഗോപാലും നിസ്സഹായനായി. സുധാകരനുമായി ഒത്തുപോകാൻ കഴിയില്ലെന്നാണ് സതീശന്റെ അഭിപ്രായം. തന്നെ വെട്ടിലാക്കുന്ന നിലപാടും പരസ്യമായ തെറിവിളികളും അടക്കമുള്ള കാര്യങ്ങൾ സതീശൻ ചൂണ്ടിക്കാട്ടുന്നു. ഇത് മതിയായ കാരണമായി ഹൈക്കമാൻഡ് കാണുന്നില്ല. ഏതായാലും കോൺഗ്രസിലെ പൊട്ടിത്തെറികൾ ഇനിയും തുടർന്നാൽ സതീശന്റെയും സുധാകരന്റെയും സ്ഥാനം പോകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്.